ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? 2-3 ദിവസമായിട്ട് നല്ല മഴയല്ലേ. ഇന്നൊരു ലഞ്ച് ബോക്സ് ആക്കിയതാണ് ഞാൻ. ചോറ് തന്നെ കൊടുത്തിട്ട് കുട്ടികൾ തിന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇങ്ങ് കൊണ്ടുവരും. കുറച്ച് കടല എടുത്തിട്ടുണ്ട്, നിലക്കടല. അതൊന്ന് ചൂടാക്കിയാൽ അതിൻ്റെ തൊലിയിലിങ്ങ് പോരും. അതൊരു മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പിടി മല്ലിച്ചപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, പിന്നെ നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയിൽ. അതേ പാനിൽ തന്നെ കുറച്ച് കൗകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച മിശ്രിതം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവരിക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്തിരി ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ബേബി പൊട്ടറ്റോ അത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അത് കൈകൊണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക. ഞാനത് പുഴുങ്ങുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഞാനതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ല ഡ്രൈ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ ഈ പൊടിയൊന്ന് ഇത്രയൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമുക്കിനി 3 സ്ലൈസ് ബ്രെഡ് അത് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് ഗോതമ്പ് പൊടി, ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ് അതിൽ 1/4 ഗ്ലാസോളം ഗോതമ്പ് പൊടി, പിന്നെ ഓരോ ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൗഡറും പിന്നെ കടലപ്പൊടിയും. ഇനി 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഈ കൂട്ടുണ്ടല്ലോ അതൊന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്ലാറ്റാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. സ്പാച്ചില വെച്ച് പരത്തിയെടുത്താൽ മതി. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി അതിനൊന്ന് ബലങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ത്രികോണായിട്ട് കട്ട് ചെയ്യൂല, അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ബാറ്ററിൽ ഈ ബ്രെഡിനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ മുക്കി എടുത്താൽ മതി, മുക്കി കൊല്ലണ്ട. പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് പൊതിഞ്ഞിട്ടെടുക്കുക. നല്ലോണം പൊതിഞ്ഞോ, അല്ലാണ്ട് ഉള്ളിൽ എണ്ണ കയറിക്കളയും. പിന്നെ ഇതൊന്ന് ചൂടായ എണ്ണയിലൊന്ന് നല്ല ഗോൾഡ് കളറാവുന്ന വരെ ഒന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തീ കൂട്ടണ്ട, കുറച്ച് വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ മതി. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി വേഗം കരിഞ്ഞു പോവും, പിന്നെ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ 4 സ്ലൈസ് ബ്രെഡെല്ലാം എടുത്ത്, അതിപ്പം ഈ 4 സ്ലൈസ് ബ്രെഡും ഞാൻ ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെയുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ അതിനൊന്ന് കൊട്ടിക്കൊടുത്താൽ നല്ല സൗണ്ട് ഉണ്ടാവും. പിന്നെ ചോറൊന്നും ഇപ്പോൾ ഈ കുട്ടികൾ തിന്നൊന്നുമില്ല, വെറുതെ ഇങ്ങ് കൊണ്ടുവരിക എന്നല്ലാണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അഭിപ്രായം പറയുക. താങ്ക് യു.